അപ്പോൾ വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണൂരേക്ക് പോകുന്നതാണ്. അവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ 2-3 വർഷത്തിന് മേലെയും തോന്നുന്നു ബസ്സിലൊക്കെ യാത്രയായിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ഓല സർവീസ് സെൻറ്ററിൽ നിന്ന് എടുക്കാൻ പോകണം. 2-3 ദിവസത്തിന് ശേഷം അവരിപ്പം വിളിച്ചിട്ടുണ്ട്, ഓക്കെ ആയിന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ കൂടെ ആമിയും കൂടി ഉണ്ട്. അപ്പോൾ വരുമ്പോൾ ഓല എടുത്തിട്ട് വരാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ 2-3 ആഴ്ച കൂടി ഉണ്ട് കണ്ണൂരൊക്കെ പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബസ് ഇറങ്ങി. അപ്പോൾ നമ്മൾ മേലെ ചൊവ്വ ഇറങ്ങേണ്ടതിന് പകരം കുറച്ച് അപ്പറായി പോയി ഇറങ്ങിയത്. അപ്പോൾ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അവിടെ നിന്ന് കുറച്ച് നടന്നു. നല്ല വെയിലാണ്. നടക്കലും ബൈക്കിലൊന്നും ഈ സമയത്ത് പോക്ക് നടക്കുകയില്ല. അപ്പോൾ സർവീസ് സെൻ്റർ എത്തി. വണ്ടി ഉടനെ തന്നെ കിട്ടി. സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ്. ബട്ട് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് EV ആണ്. നമുക്ക് പെട്രോൾ അടിക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചാർജ് 23% ഉള്ളൂ. അത് അറിയുന്നതുകൊണ്ട് തന്നെ ഇന്നലെ തൊട്ട് അവരെ വിളിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും വിളിച്ചു. അവർ കോൺടാക്ട് ചെയ്തിട്ട് എടുക്കുന്നു ഒന്നുമില്ല. അവരുടെ നമ്പറാണ്, കണ്ണൂരിൻ്റെ ഓലയുടെ സർവീസ് സെൻറ്ററിൻ്റെ നമ്പറാണ്, എവിടെയും ഇല്ല. ഗൂഗിളിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് വേണ്ടിക്കലും നമുക്ക് തിരിച്ച് വരണ്ടിക്കലും ഇപ്പോൾ ഓല ചാർജ് ചെയ്തിട്ട് ഒരു 50% ചാർജ് ചെയ്യാണ്ട് നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് ഒരു മെയിൻ ഇഷ്യൂ തന്നെയാണ്. അങ്ങനെ ചാർജ് ആകുന്നവർ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള രീതിക്ക് ഒന്ന് മാള് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നടന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. നടന്ന് പകുതി ആയപ്പോൾ തന്നെ 2 സൈഡാകാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയ ഓട്ടോ പിടിച്ച് നേരെ മുകളിലേക്ക് പോയി. ഇനി അടുത്ത പണി കിട്ടി എന്നാന്ന് പറഞ്ഞുതരാം. നമ്മൾ ചാർജിനിട്ടു. നമ്മൾ നേരെ മുകളിലേക്ക് പോയപ്പോൾ നമ്മൾ ഫോണിലിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ചാർജ് കയറുന്നുണ്ടോ. അന്നേരം ഒരു ഡൗട്ട് തോന്നി. ചാർജ് ഹൈപ്പർ ചാർജിങ് എന്തായാലും 10 മിനിറ്റ് കുത്തിയാൽ തന്നെ ഒരു 20% കയറലുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു കയറാണ്ടായാലും ഒരു ഡൗട്ട് തോന്നിയിരുന്നു. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചാർജിങ് സ്റ്റോപ്പായി. പിന്നെ വേറെ വഴിയില്ല. നമ്മുടെ മെയിൻ ഉദ്ദേശം തന്നെ ചാർജ് ചെയ്യുന്ന ടൈമിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ടൗൺ വരെ പോകാമെന്ന് വിചാരിച്ചത്. നമ്മൾ നേരെ ബസ് പിടിച്ചു, നേരെ തിരിച്ചു പോകാൻ തുടങ്ങി. തിരിച്ചു പോയി. അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ ചാർജ് കയറുന്നില്ല. അത് എൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ചാർജറിൻ്റെ എന്തോ ഇഷ്യൂ ആണ്. 2 പ്രാവശ്യം ഇങ്ങനെ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മളിപ്പോൾ ചാർജിന് കുത്തിയിട്ടിട്ട് എന്തായാലും ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നോക്കുക ചാർജ് കയറുന്നുണ്ടോ. ചാർജ് കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് വരാം. ബട്ട് വേറെ ആരെങ്കിലും വന്ന് അയച്ച് വേറെ ആൾ ചാർജ് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് എന്തായാലും അവിടെ നിന്നിട്ട് ചാർജ് കയറിയതിന് ശേഷം മാത്രം പോകാൻ തുടങ്ങും. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചാർജ് കയറില്ല. ആപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ തുടങ്ങും. പിന്നെ നമ്മളെന്തായാലും വേറെ റിസ്ക് എടുക്കാൻ നിന്നില്ല. നമ്മൾ ഒരു 20 മിനിറ്റോളം നമ്മൾ അവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞു നേരെ നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ല ചൂടുമാണ്. അപ്പോൾ എന്തായാലും ഒരു ഓപ്ഷൻ എന്നുള്ളത് മാളിൽ പോയി ഫുഡ് കഴിക്കലെന്നാണ്. അപ്പോൾ അന്നേരമാണ് ഓർമ്മിച്ചത് ഫുഡ് കോർട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഡൗൺ ടൗൺ മാളിൽ പുതിയതായിട്ട്. അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ അവിടേക്ക് പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. നിനക്കെന്താണ് പറയാനുള്ളത്? ഫുഡ് റെഡി ആയിട്ടുണ്ട്. പറ്റിച്ച നമ്മളാ എടുത്താൽ ഞാൻ നമ്മളെ സ്ഥലം പോയില്ലല്ലോ. എക്ക് എന്തല്ല നമ്മൾ ഓർഡർ ചെയ്തത്? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ അവിടെയും പറ്റിക്കപ്പെട്ടു. ക്വാണ്ടിറ്റി തീരെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വേറെ ഓർഡർ ചെയ്യാൻ നിന്നില്ല, കാരണം അത്രയും ലേറ്റായിട്ടാണ് നമുക്ക് സാധനം കിട്ടുന്നത് തന്നെ അവിടുന്ന്. പിന്നെ നമ്മളൊരു ജ്യൂസും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റായി. ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ നമ്മൾ ഓല എടുക്കാൻ വേണ്ടി പോകുന്നതുകൊണ്ട് നമ്മുടെ വേറൊരു EV ഉണ്ടായിരുന്നു ആംബിയറിൻ്റെ. അത് ടൗണിൽ വെച്ചിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ കൂത്തുപറമ്പ് എത്തി. നേരെ ആ EV എടുത്ത് ഇവക്ക് കൊടുത്തു. ഞാൻ ഓല എടുത്തു, നേരെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഇവളെ കൊണ്ടുവിടാം, ആമിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ചാർജ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നേരെ വീട്ടിൽ നേരെ ഡ്യൂക്ക് എടുത്തു, നേരെ ഇവളെ കൊണ്ടുവിടാൻ പോയി.
അപ്പോൾ ഡ്യൂക്ക് എടുത്തപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത്. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂക്ക് കൊടുത്തോ, എന്തുകൊണ്ട് എടുക്കാത്തത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂക്ക് ആയിട്ട് എടുത്തിട്ട് കുറച്ച് പോലീസ് കേസ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എടുക്കാറില്ല. പിന്നെ ഇപ്പം അത്യാവശ്യം നല്ല സ്ട്രിക്റ്റാണ് MVDയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മിനിമം ഒരു ഫൈൻ ഉറപ്പാണ്. പിന്നെ പണ്ട് നമ്മൾ വീക്ക്ലി എടുത്ത് കറങ്ങാറൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പം നടക്കില്ല എന്തായാലും. അപ്പോൾ കാറ് ഓൾമോസ്റ്റ് കാർബണ് നമ്മുടെ ഇൻറ്റീരിയർ സെറ്റാക്കാൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വെയിലത്ത് ഈ ബൈക്ക് എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ കൊണ്ടാക്കി നമ്മൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് അവിടെ നാമിയുടെ നാട്ടിലൊരു തെയ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിളിച്ചതുകൊണ്ട് അവിടേക്ക് പോയി. അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇതെവിടെയാണ് സ്ഥലം? ഇതെവിടെയാണ് സ്ഥലം? യോയോ. ഇതാണ് തക്കുടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.